ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഡാസിൽ എന്ന ബ്രാൻഡ്. ഡാസിലിൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യാത്ത ഒരു പെൺകുട്ടികളും ഉണ്ടാകത്തില്ല. ഡാസിൽ എന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ടാകും, ഈ പറഞ്ഞ ഞാനടക്കം. ഞാൻ ഐലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഡാസിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ ഐലൈനർ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ഒരു ബ്രാൻഡ് പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാസിൽ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെനിക്ക് എങ്ങനെ കിട്ടി എന്ന് പറയുന്നൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഡാസിൽ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക് എല്ലാം തന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡാസ്ലിൻ്റെ ഓൾ ഡേ ലിപ് കളേഴ്സിനെല്ലാം തന്നെ ഭയങ്കര ഫാനാണ്. എങ്കിൽ തന്നെയും ആ ഒരു ലിപ്സ്റ്റിക്കിന് ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് DLC025 എന്ന ഷെയ്ഡ്. അപ്പോൾ നമ്മൾ ഇത്രയും ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലിപ്സ്റ്റിക്ക് മാത്രം നമുക്കങ്ങനെ ഒഴിച്ച് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. സോ നമ്മൾ DLC025 എന്ന ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലിപ്സ്റ്റിക്കിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ് DLC025 എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡിന് ഒരുപാട് ഫാൻസുകാരാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ആ കളറിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ മണം അടിപൊളിയായിട്ടുള്ള മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മണം, സൂപ്പർ മണമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല തിക്ക് ലെയറിൽ തന്നെ നമ്മൾ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് ഇനി വാങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ കുറിച്ചൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നന്നായിട്ട് തന്നെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് കമൻറ്റ്സ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേരുന്നില്ല, കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറയാതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആ ലിപ്സ്റ്റിക്കിൽ ലിപ്പിൽ നല്ല തിക്ക് ലെയറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ ഫിൽറ്ററോ ലൈറ്റോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു കളർ നല്ലോണം എടുത്ത് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചില ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ചിട്ടുള്ള. അതിൽ ഈ ഒരു കളർ വ്യത്യാസമായിട്ടാണ് കാണിക്കുന്നത്. അതിൽ അവർ ഫിൽറ്ററും ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോയും ഒക്കെ അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഒരു പിഗ്മെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടാണ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്നത്. അത് അത്രത്തോളം നമ്മൾ തിക്നെസ്സിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഒരു പിഗ്മെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം എങ്ങനെയെന്ന് നോക്കാം. തുടച്ച് കളഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെയാണ് കിട്ടുന്നത്. ഈ ഒരു കളർ എന്താ ലൈറ്റ് ബ്രൗൺ കളർ എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൈറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ന്യൂഡ് കളർ പോലെ തോന്നും. എങ്കിൽ തന്നെയും അത് ലാസ്റ്റ് ചെയ്യത്തില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മളെ ചുണ്ടിൽ നിന്ന് പോകാനുള്ള ചാൻസസ് കൂടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു തരി മാത്രം ലിപ്സ്റ്റിക് ഇട്ടുള്ളൂ. അത് പെട്ടെന്ന് നമ്മളെ ചുണ്ടിൽ നിന്ന് പോകാനായിട്ട് ചാൻസസ് കൂടും. പക്ഷേ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഒരുപാട് നേരം നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന അടുത്തൊരു ഷെയ്ഡാണ് DLC022 എന്ന് പറഞ്ഞ ഷെയ്ഡ്. റിച്ച് വെൽവെറ്റ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന് പറയുന്നത്. അപ്പം ഈ ഒരു കവറിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റനായിട്ടുള്ള കളറാണ്. ഇനി അത് പൊട്ടിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കവറിൽ നമുക്ക് എന്ത് കളറാണോ കിട്ടിയത് അതേപോലുള്ള കളറാണ് നമുക്ക് കാണാൻ പറ്റുക. അത്യാവശ്യം നല്ലോണം ബ്രൈറ്റനായിട്ടുള്ള കളറാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മണം അടിപൊളിയായിട്ടുള്ള മണം, സൂപ്പർ മണം, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൈറ്റനായിട്ടുള്ള കളറാണ്. ഇനി ഞാനിത് എൻ്റെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നല്ല തിക്ക് ലെയറിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല പിഗ്മെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണെങ്കിൽ തന്നെയും എല്ലാ സ്കിൻ
സ്കിൻ ടൈപ്പർക്കും യൂസ് ചെയ്യാം. എങ്കിൽ തന്നെയും ഡസ്കി സ്കിന്നുകാർക്കാണ് ഇച്ചിരി കൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ്പിൽ നല്ല തിക്ക് ലെയറിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ എൻ്റെ ഫേസ് ഒന്നും കൂടി ബ്രൈറ്റൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ ബ്രൈഡൽ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചൊരു തുണി എടുക്കുക, എന്നിട്ട് ഇതുപോലെ നോക്കി കൊടുക്കുമ്പോൾ ആ ഒരു കളറിൻ്റെ തിക്നെസ് ഇച്ചിരി കുറച്ച് കിട്ടും, ലൈറ്റായിട്ട് നമുക്ക് കിട്ടും. ലൈറ്റ് ആയതിനു ശേഷം നോക്കുമ്പോൾ ആ ഒരു കളർ ഇച്ചും കൂടെ എനിക്ക് മാച്ച് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് DLC022 എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ് DLC013 എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുന്നു, പക്ഷേ ഇനി ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ ഒരു കവർ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കുമ്പം ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. എനിക്കെന്തൊരു തോന്നുന്നില്ല, കാരണം വെച്ചാൽ അത്ര സുഖമുള്ള കളറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന് കയ്യിൽ വരച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുന്നു. അപ്പം ഇതിൻ്റെ മണം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള മണമാണ്, നല്ല സൂപ്പർ മണമാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് എല്ലാം തന്നെ. അങ്ങനെ ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്ക് ലെയറിൽ തന്നെ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ചേരുന്നില്ലെന്ന് എൻ്റെ ഒരു ഡസ്കി സ്കിന്നാണ്, ആ ഒരു സ്കിൻ ഇത് മാച്ചായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു ഷെയ്ഡിൽ ഏത് കളറാണോ പറയുന്നത് ആ ഒരു കളറാണ് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കളറിൻ്റെ ഇത്രയും തിക്നെസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ വൈപ്പ് ചെയ്യുമ്പം ആ ഒരു കളറിൻ്റെ തിക്നെസ് കുറച്ച് കിട്ടും. ഒരു ഷെയ്ഡിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറച്ചതിന് ശേഷം എൻ്റെ ആ ഒരു സ്കിന്നിന് അത് മാച്ചായിട്ട് തോന്നുന്നില്ല. പക്ഷേ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കത് മാച്ചായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ് DLC007 എന്ന് പറഞ്ഞ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നുന്നത്. ഇനി ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലൊരു കളറാണ് കാണുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലൊന്ന് വരച്ച് കാണിച്ചു തരാം. വരച്ച് കാണിക്കുമ്പോഴും ആ ഒരു കളർ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിലാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ലിപ്പിൽ നന്നായിട്ട് നല്ല തിക്ക് ലെയറിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ ആ ഒരു കളറ് എൻ്റെ സ്കിന്നിന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് മാച്ച് ആവുന്നത്. ഇത് മീഡിയം ടു ഫെയർ സ്കിന്നിനൊക്കെ ചേരും. ഡസ്കി സ്കിന്നിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഒരു ടവൽ എടുക്കുക, ജസ്റ്റ് തുടച്ച് കളയാം. അപ്പോൾ ചെറിയ ലൈറ്റായിട്ട് നമുക്ക് കാണും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ആ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആ ലിപ്സ്റ്റിക്ക് പോകാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ഈ ഒരു നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡാണ് DLC001 എന്ന ഷെയ്ഡ്. ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡെല്ലാം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡും തിക്നെസ് കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു ഷെയ്ഡുമായിട്ട് തോന്നി. അതായത് ഒരു ലിപ്സ്റ്റിക്ക് തന്നെ നമുക്ക് 2 ഷെയ്ഡുകൾ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഞാൻ ആദ്യം ചെയ്ത DLC025 എന്ന ഷെയ്ഡ്. തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്തപ്പോൾ വേറൊരു ഷെയ്ഡ്, തിക്നെസ് കുറച്ചപ്പം വേറൊരു ഷെയ്ഡുമായിട്ട് തോന്നി. അതൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ വരുന്നത് ഇതാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മണം അടിപൊളിയാണ്. ഡാസ്ലർ എന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മണം എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ മണം. ഇനി ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒട്ടും മാച്ചല്ല. എൻ്റെ ഫേസ് നല്ലോണം വാഷ് ഔട്ട് ചെയ്തതുപോലെ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫെയർ സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും. പക്ഷേ മീഡിയം ടു ഡസ്കി സ്കിന്നുകാർക്ക് ഇത് ചേരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ലിപ്പ് ലൈനറൊക്കെ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു ഷെയ്ഡിൽ ഏത് കളറാണോ പറഞ്ഞേക്കുന്നത് ആ ഒരു എക്സാക്റ്റ് കളർ തന്നെയാണ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കുമ്പോഴും ആ ഒരു കളറിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ മുന്നത്തെ ലിപ്സ്റ്റിക്കിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നല്ലോണം നമുക്കിങ്ങനെ തുണി വെച്ച് എടുത്തതിന് ശേഷം വേറൊരു ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു കളർ എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടേ തോന്നുന്നില്ല. എനിക്ക് ഒട്ടും
ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കളറാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ കളേഴ്സ് ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഡാസ്ൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് ഗിഫ്റ്റ് ഹാമ്പറിൽ സെൻഡ് ചെയ്ത് തന്ന ഓൾ ഡേ ലിപ് കളേഴ്സ് 4 സെൻഡ് ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണോടെ കൂട്ടി 5 ലിപ്സ്റ്റിക്കാണ് മൊത്തം ഡാസ്ൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാത്രം എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി 25 ആണോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഏതായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ എല്ലാ കളേഴ്സും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടപ്പെട്ടൊരു കളർ എന്ന് പറയുമ്പോൾ റിച്ച് വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ലൊരു കളറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നോട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പോസിറ്റീവായാലും നെഗറ്റീവായാലും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ.